കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നിയമത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും മുന്നിൽ കൊണ്ടുവരിക തന്നെയാണ്. ആ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആ അന്വേഷണം ഊർജിതപ്പെടുത്തി പ്രതികളെ പിടിച്ചിട്ടില്ലെങ്കിൽ വളരെ ശക്തമായ സമരവുമായി UDF ആർമി മുന്നോട്ട് പോകും. അതിന്റെ ഭാഗമായിട്ടാണ് UDF-ന്റെയും RMB-യുടെയും പ്രധാന നേതാക്കൾ 30-ാം തീയതി രാവിലെ 10 മണിക്ക് SP ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തുന്നത്. അല്ല, അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾ പോലീസിന് ക്ലൂ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആധികാരികമായിട്ട് പറയുന്നത് ഉന്നത CPM നേതാവിൻ്റെ മകനാണ് ആ വ്യാജ ID ഉണ്ടാക്കി ഇത്ര വർഗീയ വിദ്വേഷപരത്തെ പോഷിപ്പിക്കുന്നത്. അത് ഞങ്ങൾ പോലീസിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു മാസം കഴിഞ്ഞില്ലേ? ഒരു മാസം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസ്? അല്ല, ഞങ്ങൾ 30-ാം തീയതി കഴിഞ്ഞാൽ അത് 30-ാം തീയതി കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ശേഷവും ഈ വിഷയത്തിലെ പ്രതികളെ കണ്ടുപിടിക്കാനുള്ള പോരാട്ടവുമായി UDF-ഉം RMB മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അത് ഇല്ലെങ്കിൽ പോലീസോട് ഞങ്ങൾ കൃത്യമായി പോലീസോട് പറഞ്ഞിട്ടുണ്ട്, ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളെ പേരിൽ കേസെടുക്കട്ടെ. ഞങ്ങൾ തെളിവ് സഹിതം കൈമാറിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം, ഒരു കേസന്വേഷണത്തിൽ കൂടുതൽ തെളിവ് വേണോ? ആ തെളിവ് കണ്ടിട്ട് പോലീസല്ലേ? ഞങ്ങൾക്ക് കിട്ടിയ തെളിവ് വെച്ച്, ഞങ്ങൾക്ക് കിട്ടിയ അറിയിപ്പ് വെച്ച് ആ അറിയിപ്പ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിന് കൂടുതൽ തെളിവെടുക്കേണ്ടതും ആളെ പിടിക്കേണ്ടതും അന്വേഷണം പോലീസാണ്. ആ വഴിക്കുള്ള ശ്രമം പോലീസ് നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസ് പ്രവർത്തിക്കുന്നത് CPM-ൻ്റെ, ഈ കേസിൽ പോലീസ് പ്രവർത്തിക്കുന്നത് CPM-ൻ്റെ ഒരു പോഷക സംഘടന പോലെയാണ്. സമാധാന യോഗത്തിൽ പങ്കെടുത്താലും ഈ പ്രതിയെ കണ്ടുപിടിക്കണമെന്ന ആവശ്യത്തിനും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകില്ലെന്ന് മാത്രമല്ല, അതിനെതിരെയുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയും. ഏതാ അതാണ് ആ ലീഗിന്റെ പ്രവർത്തകൻ പോലീസിൽ പോയി ഫോൺ സറണ്ടർ ചെയ്യുന്നു. ഞാനാണ് കുറ്റക്കാരനെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. നീ കുറ്റക്കാരനല്ലാന്ന് പോലീസ് അവനോട് പറയുന്നു. ഞാനും പാറക്കൽ അബ്ദുള്ളയും SP-യെ കണ്ടപ്പോൾ ഈ ചെറുപ്പക്കാരനതിൽ കുറ്റക്കാരനല്ലാതെ ഞങ്ങൾ ബോധ്യമുണ്ട്, ഞങ്ങൾ നേരിട്ട് പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ടും എന്തുകൊണ്ട് പ്രതിയെ പിടിക്കുന്നില്ല? പ്രതിയെ പിടിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. അത് പോലീസല്ലേ? അല്ല, ആ ഒരു പിന്മാറ്റം ഉണ്ടായിട്ടില്ല. അത് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സർവകക്ഷി യോഗം സമാധാനം ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾ സഹകരിക്കുന്നു. അതല്ല, ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞു. ഈ യോഗം ഈ ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണ പ്രചരണം നടത്തിയ പ്രതിക്കെതിരെയുള്ള അന്വേഷണം മരവിപ്പിക്കാനോ വഴിതിരിച്ചുവിടാനോ ബോധ്യപ്പെട്ടാൽ ആ കാര്യം ഇതാണ്. അല്ല, 30-ാം തീയതിക്ക് ശേഷം ഞങ്ങൾ ഇതിനെതിരെയുള്ള അതിശക്തമായ അടുത്ത നടപടികളുമായി മുന്നോട്ട് വരും. അത് ആലോചിക്കും, അത് നിയമവിദഗ്ധം ആലോചിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, കോൺഗ്രസും ലീഗും RMB-യും UDF-ഉം പോലീസ് വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു എന്ന് കരുതി ആ ആവശ്യമൊന്നും ഒരിക്കലും പുറകോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, ആ ആവശ്യം യോഗത്തിൽ ഉന്നയിക്കുകയും ആ ആവശ്യമിന്റെ സമരവുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. വടകരയിൽ എവിടെയെങ്കിലും ബോധപൂർവം സമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നു ആരോപണമല്ല, ഞാൻ ആധികാരികമായി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, വടകരയിൽ സമാധാനം ഉണ്ടാക്കാൻ ആവർത്തിച്ച് ഞാൻ പറയുന്നു, 2 കാര്യങ്ങൾ ഉണ്ടായാൽ മതി. ഒന്ന്, ഈ വർഗീയ ധ്രുവീകരണം നടത്തുന്ന പ്രചരണത്തിന്. ഇപ്പോൾ സമയം 9:46. തിരിച്ചു വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. രാഷ്ട്രീയ ഇന്ത്യയുടെ ഹൃദയമിടിപ്പുയരുന്നു.